നമസ്കാരം. അൽഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് അവതരിപ്പിക്കുന്ന BMC ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. ഞാൻ ഷോണിമ. വിശദമായ വാർത്തകളിലേക്ക്. സല്ലാഖ് നിവാസികൾക്കായി സദേൺ ഗവർണറേറ്റ് സംഘടിപ്പിച്ച മൂന്നാമത് ബഹ്റൈൻ അർദ്ധ ആഘോഷത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ദക്ഷിണ ഗവർണർ ഹിസ് ഹൈനസ് ഷെയ്ഖ് ഖലീഫ ബിൻ അലി ബിൻ ഖലീഫ അൽ ഖലീഫ പങ്കെടുത്തു. ചടങ്ങിൽ ഡെപ്യൂട്ടി ഗവർണർ ബ്രിഗേഡിയർ ഹമദ് മുഹമ്മദ് അൽ ഖൈത്തും പങ്കെടുത്തു. 1783 അഹമ്മദ് അൽ ഫത്തേഹ് ഒരു അറബ് ഇസ്ലാമിക രാഷ്ട്രമായി ആധുനിക ബഹ്റൈൻ സ്ഥാപിച്ചതിന്റെയും രാജാവ് ഹമദ് ബിൻ നിസ അൽ ഖലീഫയുടെ സ്ഥാനാരോഹണത്തിന്റെ വാർഷികത്തിന്റെയും സ്മരണാർത്ഥം ബഹ്റിന്റെ ദേശീയ ദിന ആഘോഷങ്ങളുടെ ഭാഗമായാണ് ഈ ആഘോഷങ്ങൾ. സല്ലാഖിന്റെ സാംസ്കാരികവും ചരിത്രപരവുമായ പൈതൃകത്തെ പ്രദർശിപ്പിച്ച് സ്വത്വബോധവും ദേശീയ സ്വത്വവും വളർത്തിയെടുക്കുന്ന ബഹ്റൈൻ അർദ്ധ, ദേശീയ ഗാനങ്ങൾ എന്നിവ പരിപാടിയിൽ അവതരിപ്പിച്ചു. ഇന്ത്യൻ സ്കൂളിന്റെ വാർഷിക സാംസ്കാരിക മേള ഡിസംബർ 19-20 തീയതികളിൽ ഇസാ ടൌൺ സ്കൂൾ ക്യാമ്പസിൽ നടക്കും. ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയായ സ്റ്റാർ വിഷന്റെ സഹകരണത്തോടെയാണ് ഈ മേള നടത്തുക. മേളയുടെ പ്രധാന ലക്ഷ്യം വിദ്യാർത്ഥികൾക്ക് അവരുടെ കലാപരമായ കഴിവുകൾ പ്രകടിപ്പിക്കാനും ഇന്ത്യയിൽ നിന്നുള്ള കലാകാരന്മാരുടെ പ്രകടനങ്ങൾ ആസ്വദിക്കാനുമാണ്. മേളയുടെ ആദ്യ ദിവസം നടനും ഗായകനുമായ വിനീത് ശ്രീനിവാസൻ നയിക്കുന്ന സംഗീത പരിപാടിയും രണ്ടാം ദിവസം ഗായിക ട്വിങ്കിൾ ദിബൻകറിന്റെ നേതൃത്വത്തിലുള്ള ഉത്തരേന്ത്യൻ സംഗീത നിശയും അരങ്ങേറും. വൈവിധ്യമാർന്ന പാചക വിഭവങ്ങളും വിവിധ ഗെയിമുകളും ലൈസൻസ് ഉള്ള ഭക്ഷണ സ്റ്റാളുകളും മേളയിൽ ഒരുക്കും. മേള വിജയമാക്കുന്നതിന് അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പൊതുസമൂഹവും ഒത്തൊരുമയോടെ പ്രവർത്തിച്ചു വരുന്നുവെന്ന് ഇന്ത്യൻ സ്കൂൾ ഭാരവാഹികൾ അറിയിച്ചു. 2 ദിനാർ പ്രവേശന ഫീസോടെ നടക്കുന്ന മേളയിൽ കുടുംബങ്ങൾക്ക് ഒരുമിച്ച് ആസ്വദിക്കാവുന്ന സാംസ്കാരിക പരിപാടികളുടെ വിപുലമായ ശ്രേണിയും ഉൾപ്പെടുത്തും. കലാപ്രദർശനങ്ങൾ, ഭക്ഷ്യമേളകൾ തുടങ്ങിയ പ്രദർശനങ്ങളും മേളയിലുണ്ടാകും. സ്കൂൾ മേളയിൽ നിന്ന് ലഭിക്കുന്ന തുക സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് പിന്തുണ നൽകുന്നതിനും ജീവനക്കാരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്കും സ്കൂളിന്റെ വിഭവശേഷി വർദ്ധിപ്പിക്കുന്നതിനും വിനിയോഗിക്കുമെന്ന് ചെയർമാൻ അഡ്വക്കേറ്റ് ബിനു മണ്ണിൽ വർഗീസ് പറഞ്ഞു. സ്കൂൾ ഫെയറിന് എവരുടെയും പിന്തുണയും സഹകരണവും നൽകണമെന്നും സ്കൂൾ ചെയർമാൻ അഭ്യർത്ഥിച്ചു. 2034 പുരുഷ ഫുട്ബോൾ ലോകകപ്പിന് ആദ്യമായി സൗദി അറേബ്യ വേദിയാക്കും. സ്പെയിൻ, പോർച്ചുഗൽ, മൊറോക്കോ എന്നീ രാജ്യങ്ങൾ 2030 ടൂർണമെന്റിന് സംയുക്ത ആതിഥേയത്വം വഹിക്കുമെന്നും ഫിഫ സ്ഥിരീകരിച്ചു. ലോക ഫുട്ബോൾ മാമാങ്കത്തിന്റെ 100ാം വാർഷികത്തിലാണ് 2030 ലോകകപ്പ് നടക്കുക. ബുധനാഴ്ച നടന്ന പ്രത്യേക ഫിഫ യോഗത്തിലാണ് 2 ലോകകപ്പുകൾക്കും ആതിഥേയരെ വോട്ടെടുപ്പിലൂടെ കണ്ടെത്തിയത്. ഫിഫയിലെ 211 അംഗരാജ്യങ്ങളും ഉൾക്കൊള്ളുന്ന വീഡിയോയും യോഗത്തിൽ പ്രദർശിപ്പിച്ചു. 2034 ലോകകപ്പ് മത്സരങ്ങൾക്കായി നിശ്ചയിച്ചിട്ടുള്ള 15 സ്റ്റേഡിയങ്ങളിൽ 4 എണ്ണം ഇതിനകം തന്നെ സൗദി അറേബ്യ പൂർത്തീകരിച്ചിട്ടുണ്ട്. ചരിത്ര സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം അവസാനം കുവൈറ്റിലെത്തും. 43 വർഷത്തിനു ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി കുവൈറ്റിലെത്തുന്നത്. ഇന്ദിരാഗാന്ധിയാണ് ഏറ്റവും ഒടുവിൽ കുവൈറ്റ് സന്ദർശിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി. അമീർ ഷെയ്ഖ് മിഷാൽ അൽ അഹമ്മദ് അൽ സബാഹ് ഉൾപ്പെടെയുള്ള പ്രമുഖരുമായി മോദി ചർച്ച നടത്തും. കുവൈറ്റിലെ വ്യവസായ പ്രമുഖരെയും കാണുന്നതായിരിക്കും. ഹവല്ലി ഗവർണറേറ്റിലെ ബൊലിവിയാഡ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമൂഹത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്യും. തൊഴിലാളി ക്യാമ്പ് സന്ദർശിക്കാനും പദ്ധതിയുണ്ട്. പ്രധാനമന്ത്രിയായ ശേഷം GCCയിൽ മോദി സന്ദർശിക്കാത്ത ഏക രാജ്യവും കുവൈറ്റാണ്. Our skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays. Sebamed protects your skin.
ലോകത്തെ ഏറ്റവും മികച്ച പാചക രീതികളുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ 12ാം സ്ഥാനത്ത് ഇന്ത്യ. പ്രമുഖ ഫുഡ് ആൻഡ് ട്രാവൽ ഗൈഡായ ടേറ്റ്സ് അറ്റ്ലസ് ആണ് പട്ടിക പുറത്തുവിട്ടത്. ഗ്രീസ്, ഇറ്റലി, മെക്സിക്കോ, സ്പെയിൻ എന്നീ രാജ്യങ്ങളിലെ പാചക രീതികളാണ് ഏറ്റവും മികച്ചവയായി ടേഴ്സ് അറ്റ്ലസ് തിരഞ്ഞെടുത്തത്. വിവിധ ഭക്ഷ്യപദാർത്ഥങ്ങളുടെ റേറ്റിംഗുകൾ അനുസരിച്ചാണ് ഈ പട്ടിക തയ്യാറാക്കിയത്. പോർച്ചുഗൽ, തുർക്കി, ഇന്തോനേഷ്യ, ഫ്രാൻസ്, ജപ്പാൻ, ചൈന എന്നീ രാജ്യങ്ങൾ ആദ്യ 10ൽ ഇടം പിടിച്ചു. മികച്ച വിഭവങ്ങൾ, റെസ്റ്റോറന്റുകൾ തുടങ്ങിയവയുടെ പട്ടികയും ടേസ്റ്റ് അറ്റ്ലസ് പുറത്തുവിട്ടിട്ടുണ്ട്. അമൃത്സറി കുൽച്ച, ബട്ടർ ഗാർലിക് നാൻ, ഹൈദരാബാദ് ബിരിയാണി തുടങ്ങിയ ഇന്ത്യൻ വിഭവങ്ങളാണ് ഇവയിൽ മുന്നിട്ട് നിൽക്കുന്നത്. കേരളത്തിനും പിണറായി വിജയനും നന്ദി രേഖപ്പെടുത്തി തമിഴ്നാട് മുഖ്യമന്ത്രി M.K. സ്റ്റാലിൻ. പിണറായി വിജയൻ ഇന്ത്യയിലെ ഭരണപാഠവുമുള്ള മുഖ്യമന്ത്രിയാണെന്നും അദ്ദേഹം പറഞ്ഞു. പെരിയാർ രാമസ്വാമി സ്മാരകം ഉദ്ഘാടനം ചെയ്തതിനു ശേഷം വൈക്കം ബീച്ച് മൈതാനത്ത് നടക്കുന്ന സമ്മേളനത്തിനിടെയാണ് അദ്ദേഹത്തിന്റെ പരാമർശം. വൈക്കം സത്യാഗ്രഹം കേരളത്തിന്റെ മാത്രം പോരാട്ടമല്ല, ഇന്ത്യയിലെ സാമൂഹിക അനീതിക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ തുടക്കമായിരുന്നുവെന്നും M.K. സ്റ്റാലിൻ പറഞ്ഞു. ഇത് പെരിയാറിന്റെ വിജയമാണെന്നും മുഖ്യമന്ത്രി എന്ന നിലയിൽ അഭിമാന നിമിഷമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പിണറായി വിജയനും തമിഴ്നാട് മുഖ്യമന്ത്രി M.K. സ്റ്റാലിനും ചേർന്നാണ് പെരിയാർ രാമസ്വാമി സ്മാരകം ഉദ്ഘാടനം ചെയ്തത്. വൈക്കം വലിയ കവലയിലാണ് നവീകരിച്ച തന്തൈ പെരിയാർ രാമസ്വാമി സ്മാരകം ഉദ്ഘാടനം ചെയ്തത്. കേരള മന്ത്രിമാരായ VN വാസവൻ, സജി ചെറിയാൻ എന്നിവരും തമിഴ്നാട് മന്ത്രിമാരായ AV വേലു, ദുരൈമുരുകൻ, MP സ്വാമിനാഥൻ, ദ്രാവിഡ കഴകം അധ്യക്ഷൻ K വീരമണിയും ചടങ്ങിൽ പങ്കെടുത്തു. വൈക്കത്തുള്ള സ്മാരകം 8.5 കോടി രൂപ മുടക്കിയാണ് തമിഴ്നാട് സർക്കാർ നവീകരിച്ചത്. വൈക്കം സത്യാഗ്രഹത്തിന്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ചായിരുന്നു നവീകരണം. കേരളത്തിൽ കാലാവസ്ഥാ വിഭാഗം മഴ മുന്നറിയിപ്പിൽ മാറ്റം. 3 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി ജില്ലകളിലാണ് കാലാവസ്ഥാ വിഭാഗം റെഡ് അലർട്ട് നൽകിയത്. മധ്യ തെക്കൻ കേരളത്തിൽ കേന്ദ്ര കാലാവസ്ഥാ വിഭാഗം അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകി. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. കണ്ണൂർ, കാസർഗോഡ് ഒഴികെയുള്ള മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ടുമുണ്ട്. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്കും നാളെ ശക്തമായ മഴയ്ക്കും സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഈ വാർത്തയോടുകൂടി ഇന്നത്തെ BMC ന്യൂസ് ലൈവിൽ മലയാളം വാർത്തകൾ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.